ഇന്നത്തെ നമ്മളുടെ വീഡിയോ തൃശ്ശൂർ സിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലങ്ങളെക്കുറിച്ചാണ്. തൃശ്ശൂർ സിറ്റിയിലൂടെ ഇതുവരെ യാത്ര ചെയ്യാൻ കഴിയാത്തവർക്കും അതുപോലെ തന്നെ തൃശ്ശൂർ സിറ്റി ഇടയ്ക്കൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്കും ഒരു റെഫറൻസ് കൂടിയായിരിക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ നഗരമായ തൃശ്ശൂരിലേക്ക് ഒരിക്കൽ മെട്രോ വരിക തന്നെ ചെയ്യും. അതൊരു പക്ഷേ 2040-ലോ 2050-ന് ശേഷമോ ഒക്കെ ആയിരിക്കും. കാരണം അർബൻ അഗ്ലോമറേഷൻ വെച്ച് നോക്കിയാൽ ഇപ്പോൾ തന്നെ തൃശ്ശൂർ കേരളത്തിൽ 3ാം സ്ഥാനത്താണ്. മെട്രോ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ റൂട്ടിനായിരിക്കും ആദ്യ പരിഗണന എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഴയ്ക്കപ്പാടം വഴിയാണ്. ശോഭ സിറ്റി മുതൽ ഒരുപാട് വലിയ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളുള്ള ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ ഭാവിയിൽ ഒരുപാട് ബ്രാൻഡുകൾ വരാനിടയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. കുറ്റിപ്പുറം തൃശ്ശൂർ ഹൈവേ ആയ ഈ റോഡിലൂടെയാണ് കോഴിക്കോട് നിന്നും ഒരുപാട് വാഹനങ്ങൾ തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ശോഭ സിറ്റി, ലുലു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ, ടൊയോട്ട, നെസ്റ്റോ, ധനലക്ഷ്മി ബാങ്ക്, അങ്ങനെ ഒത്തിരി വലിയ ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഈ റോഡിലൂടെ വരുമ്പോൾ കാണാൻ കഴിയും. തൃശ്ശൂരിലെ പൂങ്കുന്നത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിലെ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലുള്ള ഒരു സ്ഥലം കൂടിയാണ് പൂങ്കുന്നം. ഇവിടെ നിന്നും 2 രീതിയിലൂടെ നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. ഒന്ന് നമുക്ക് നേരെ പോകാം. നേരെ പോയി കഴിഞ്ഞാൽ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനുള്ള അവിടെ തന്നെയുള്ള ഒരു മേൽപ്പാലമുണ്ട്, അതിലേക്ക് കടന്നിട്ട് തൃശ്ശൂരിലെത്താം. അതുപോലെ തന്നെ നമ്മൾ ഈ വഴിയിലൂടെ പോകുന്നത് തൃശ്ശൂരിലെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് വെസ്റ്റ് ഫോർട്ട്. വെസ്റ്റ് ഫോർട്ട് വഴി നമുക്ക് തൃശ്ശൂരിലേക്ക് കടക്കാം. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇതുവഴിയാണ് അങ്ങോട്ട് കോഴിക്കോടേക്ക് പോകുന്നത്. അതേസമയം കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന ബസ്സുകൾ പൂങ്കുന്നം മേൽപ്പാലം വഴി കടന്നിട്ടാണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. നമ്മൾ പോകുന്നപ്പം കുറച്ച് വഴി 4 വരെയായിരുന്നു. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും 2 വരെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്താൻ പോകുന്ന വെസ്റ്റ് ഫോർട്ട് ഉണ്ടല്ലോ, വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാലാണ്, ഇവിടുന്ന് പോകുമ്പം റൈറ്റ് തിരിഞ്ഞാലാണ് നേരെ കളക്ട്രേറ്റിലേക്കും കോടതിയുടെ അവിടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുക. ഈ സമയത്ത് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ പല സ്ഥലത്തും റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുന്നംകുളം, കുറ്റിപ്പുറം, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പല ബസ്സുകളും ആ റൂട്ടിലൂടെയാണ് പോകുന്നത്. അതായത് കളക്ട്രേറ്റ് കോടതി വഴി പോകുന്ന റൂട്ടിൽ കൂടെ പോയിട്ട് പുഴയ്ക്കപ്പാടം കയറിയിട്ടാണ് തൃശ്ശൂർ കുറ്റിപ്പുറം ഹൈവേ കൂടെ ബസ്സുകൾ അങ്ങോട്ട് പോകുന്നത്. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലൊക്കെ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ്. അവിടേക്ക് പോകാനായിട്ട് ഇവിടുന്ന് നമ്മൾ പോയിട്ട് യൂ ടേൺ എടുത്ത് തിരിച്ചു വരണം. ഇവിടെയൊക്കെ 1 വേ ആണ്. അങ്ങനെ നമ്മൾ MG റോഡിലേക്ക് എത്തി. അതായത് വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് നേരെ വരുന്ന വഴിയാണ് MG റോഡ്. ഈ MG റോഡ് നേരെ പോകുന്നത് തൃശ്ശൂർ റൗണ്ടിലേക്കാണ്. തൃശ്ശൂരിലെ ഏറ്റവും തിരക്കുള്ള റോഡാണ് MG റോഡ്. ഇപ്പം കാര്യമായിട്ട് ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലെങ്കിലും ചില സമയത്തൊക്കെ ഇതിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോഴത്തെ റോഡിൽ ഈ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയൊന്നും നോക്കണ്ട. കാരണം MG റോഡ് വീതി കൂട്ടാൻ പോവുകയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭാവിയിൽ ഇതിലൊരു മെട്രോ റെയിലൊക്കെ വരികയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് MG റോഡ്. കാരണം തൃശ്ശൂർ സിറ്റിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോഡാണ് MG റോഡ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഓവർ ബ്രിഡ്ജാണ് റെയിൽവേയുടെ മുകളിൽ കൂടെ ഉള്ളത്. ഇവിടെ ഭയങ്കര വീതി കുറവാണ്, നിങ്ങൾ കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് വലിയൊരു ബ്ലോക്ക് വരുന്നൊരു പ്രദേശമാണിത്. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം ഒരു ബൈപ്പാസ് ഇല്ലായ്മ പണ്ട് തൊട്ടേ ഇവിടുത്തെ ഒരു വലിയ പ്രോബ്ലം ആയിരുന്നു. എന്നാലും ഭാവിയിൽ ഒരു ബൈപ്പാസ് വരുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ള നഗരങ്ങളെപ്പോലെ ബൈപ്പാസ് ഇല്ലെങ്കിലും തൃശ്ശൂർ നഗരത്തിനുള്ളിലൂടെയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയായിരിക്കും. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ തിരക്കുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. വടക്കുന്നാഥൻ അമ്പലത്തിലേക്ക് വരുന്ന ആളുകളുടെ തിരക്ക് എപ്പോഴും തേക്കിൻകാട് മൈതാനത്തുണ്ടാവും. അമ്പലത്തിൽ വരുന്ന ആളുകൾക്ക് തേക്കിൻകാട് മൈതാനത്ത് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും.
വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ തൃശ്ശൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു വാഹനങ്ങളൊക്കെ പാർക്കിംഗ് ചെയ്തിരുന്നത്. പിന്നീട് അത് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുകയായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് കടക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീണ്ടും നമുക്ക് മെട്രോ പോലുള്ള സർവീസിലേക്ക് മടങ്ങി വരാം. മെട്രോയെ സംബന്ധിച്ച് അങ്ങനെയുള്ള മെട്രോ പോലുള്ള സർവീസുകളൊക്കെ വരുമ്പോൾ തൃശ്ശൂർക്ക് വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലമാണ് സ്വരാജ് റൗണ്ട്. അതിന് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ തൃശ്ശൂർ വരുന്നത് സ്വരാജ് റൗണ്ടിലേക്കാണ്. അപ്പോൾ MG റോഡ് വഴി വന്നിട്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് കൂടെ വേണം മെട്രോ പോലുള്ള സർവീസുകൾ വരാൻ. ഇതുപോലുള്ള റോഡുകളൊക്കെ ഇത്രയും തിരക്കുള്ള റോഡുകളിലൊക്കെ മെട്രോ വയബിളാണെന്ന് ചോദിക്കുന്നവരുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുണ്ടാവും ഇങ്ങനൊരു സിസ്റ്റം വരുമ്പോൾ. കാരണം കൊച്ചിയിൽ വരുന്ന സമയത്ത് നമുക്കറിയാം കൊച്ചി MG റോഡിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് യാത്ര ചെയ്യാനായിട്ട്. എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞ് മെട്രോ വന്നപ്പോൾ മെട്രോയിൽ സഞ്ചരിക്കുന്നവർ മാത്രമല്ല, മെട്രോയ്ക്ക് താഴെ കൂടെ ടൂ വീലറിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കും നടന്നു പോകുന്നവർക്കൊന്നും വെയിലൊന്നും തീരെ അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ട്രാഫിക് ബ്ലോക്ക്, ഇപ്പം ആലുവയിൽ നിന്ന് പോകുന്ന ആളുകൾ പലരും അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് മെട്രോ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ നിന്നും വൈറ്റിൽ നിന്നും വരുന്ന പല ആളുകളും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ വിശാലമായ പാർക്കിംഗാണ് മെട്രോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അധികം വലിയ ചാർജൊന്നും ഈടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വളരെ സുഖകരമായിട്ട് മെട്രോയിൽ വെയിലും കൊള്ളാതെയാണ് പല ആളുകളും പല സ്ഥലത്തേക്കും പോകുന്നത്. അതുപോലെ തന്നെ ഏതൊരു നഗരം എടുക്കുകയായാലും മെട്രോ പോലുള്ള സർവീസുകളുണ്ടെങ്കിൽ അവിടെ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ ആളുകൾക്ക് വെയിലൊന്നും കൊള്ളാതെ സുഖമായിട്ട് വന്നിറങ്ങാനും പോകാനും ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പാലക്കാട്ടേക്ക് പോകാം. അതായത് മണ്ണുത്തിയിലേക്കുള്ള റോഡാണ് ഈ കാണുന്ന ലെഫ്റ്റ് ഇപ്പം നമ്മൾ കണ്ടത്. അതിൽ പോയി കഴിഞ്ഞാൽ കൊച്ചി സേലം ഹൈവേയിലേക്ക് കയറാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മെട്രോ മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. തൃശ്ശൂർ നഗരത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് നിങ്ങളെ കാണിച്ചു തരാനാണ്, അല്ലെങ്കിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനാണ് ഈ വീഡിയോ. ഇപ്പം നമ്മൾ ജോസ് തിയേറ്ററിൻ്റെ മുന്നിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വരാജ് റൗണ്ടിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന സ്ഥലത്ത് തന്നെ എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ശക്തൻ സ്റ്റാൻഡിൽ കൂടെ പോയിട്ട് നേരെ എറണാകുളം റൂട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. റൈറ്റ് സൈഡിലാണ് കോർപ്പറേഷൻ ഓഫീസ് വരുന്നത്. നമ്മളീ പോകുന്ന റോഡെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരത്തെ മുനിസിപ്പൽ സ്റ്റാൻഡായിരുന്നു ഈ റോഡ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല ഫോട്ടോസും കണ്ട ഒരുപാട് തൃശ്ശൂർ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ബസ്സുകളൊക്കെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഫോട്ടോസ് കണ്ടുണ്ടാവും. ആ സ്ഥലമാണിത്. ലെഫ്റ്റ് സൈഡിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും. ഇനിയിപ്പം ഈ റോഡ് നേരെ ഇറങ്ങി ചെല്ലുന്നത് ശക്തൻ ബസ് സ്റ്റാൻഡിലേക്കാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഹിറ്റായി നിൽക്കുന്ന സ്കൈ വാക്കിന് താഴെ കൂടെയാണ് നമ്മളിതിൽ പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് സ്കൈ വാക്ക് കണ്ട് തുടങ്ങും. ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ മാറിയൊക്കെയാണ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ്. ഈ പ്രത്യേകിച്ചും നമ്മുടെ സ്കൈ വാക്ക് വന്നതിന് ശേഷം. പിന്നെ അതുമാത്രമല്ല, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് ടൈലൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കുറച്ചാൾ മുന്നേ. നമ്മളങ്ങനെ സ്കൈ വാക്കിൻ്റെ അടുത്തേക്ക് എത്തി. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവിടുന്ന് ഏത് രീതിയിൽ നമ്മൾ വീഡിയോ എടുത്താലും നല്ല ഫൂട്ടേജസ് കിട്ടുക. അതാണ് സ്കൈ വാക്കിൻ്റെ പ്രത്യേകത. ഇവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലെത്താൻ പറ്റും. ലെഫ്റ്റ് സൈഡ് പാലക്കാട് റൂട്ടാണ്. നേരെ പോയി കഴിഞ്ഞാൽ എറണാകുളം. അതുപോലെ തന്നെ കുറച്ച് നേരെ പോയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് പിന്നെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ റൂട്ടും നമുക്ക് പോകാൻ പറ്റും. ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ശക്തൻ ബസ് സ്റ്റാൻഡ്. ആ കാണുന്നതാണ് ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത്. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ ആ പെട്രോൾ പമ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മാർക്കറ്റ് വരുന്നത്. കണ്ടില്ലേ, നല്ല ട്രാഫിക്കുള്ള സ്ഥലമാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന ബസ്സൊക്കെ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. അതിലേ പോയി കഴിഞ്ഞാൽ കൊക്കാല റൂട്ട്. അതിലേ നമുക്ക് വേണമെങ്കിൽ KSRTC സ്റ്റാൻഡിലേക്കും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കും പോകാൻ പറ്റും.
നമ്മൾ ഈ വന്ന വഴിയിൽ സ്കൈ വാക്കിന് താഴെയും ഇപ്പം നമ്മൾ കടന്ന ഈ റോഡിലൊക്കെ നല്ല ട്രാഫിക് തന്നെയാണ്. ഞാൻ അതിൻ്റെ ഫൂട്ടേജസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാണ് നിങ്ങൾക്ക് ബോറടിക്കാനാന്ന് വെച്ചിട്ട്. അത്രയും ട്രാഫിക്കുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ ഒരു മെട്രോ റെയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെയധികം ഉപകാരമുള്ളൊരു കാര്യമായിരിക്കും. നമ്മളിനി എത്തിക്കൊണ്ടിരിക്കുന്നത് കുരിയച്ചിറ, ഒല്ലൂർ എന്നൊക്കെ പറയുന്ന വളരെ ജനനിബിഡമായ സ്ഥലങ്ങളിലേക്കാണ്. ശരിക്കും തൃശ്ശൂരിൽ മറ്റൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ ഒല്ലൂർ വരെ മാത്രം പരിഗണിച്ചാൽ പോരാ. പാലിയേക്കര കഴിഞ്ഞ് പുതുക്കാട് വരെ, ആമ്പല്ലൂർ കഴിഞ്ഞ് പുതുക്കാട് വരെയൊക്കെ സിറ്റി കൾച്ചറുള്ള സ്ഥലങ്ങളാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും വളരെയധികം ആളുകൾ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കും പോകുന്നൊരു മേഖല കൂടിയാണ് ഇതൊക്കെ. ഫ്യൂച്ചറിൽ അങ്കമാലി വരെ പ്ലാൻ ചെയ്തിട്ടുള്ള കൊച്ചി മെട്രോ റെയിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് RRTS ആയിട്ട് തൃശ്ശൂർ കണക്ട് ചെയ്താലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം തൃശ്ശൂർ കണക്ട് ചെയ്ത് കോയമ്പത്തൂരിലേക്കൊക്കെ ഭാവിയിൽ RRTS വന്നേക്കാം. പ്രത്യേകിച്ചും ഇത് ഒരു കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ആയതുകൊണ്ട് തന്നെ RRTS ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യേണ്ടത് ശരിക്കും അങ്കമാലിയിൽ നിന്നും ഒല്ലൂർ വരെയാണ്. RRTSന് IT പാർക്കുള്ള ചാലക്കുടിയിലെ കൊരട്ടിയിൽ ഒരു സ്റ്റോപ്പാവാം, ചാലക്കുടി ടൗണിൽ ഒരു സ്റ്റോപ്പാവാം, പിന്നെ അത് കഴിഞ്ഞാൽ ആമ്പല്ലൂർ നോക്കാം. പിന്നെ അത് ഒല്ലൂർ എത്തിക്കഴിഞ്ഞാൽ ഒല്ലൂരിൽ നിന്ന് കണക്ട് ചെയ്യേണ്ടത് മെട്രോ സിസ്റ്റം വഴി തന്നെയാണ്. കാരണം മെട്രോ വന്നാൽ മാത്രമാണ് തൃശ്ശൂർ കൂടുതൽ സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് സിറ്റിയിലുള്ള ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നൽകാൻ പറ്റുള്ളൂ. പിന്നീട് RRTS കോയമ്പത്തൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഒല്ലൂരിൽ നിന്നും കുട്ടനല്ലൂർ വഴി മണ്ണുത്തി കൂടിയിട്ട് പാലക്കാട് വഴി കോയമ്പത്തൂരിൽ എത്തിക്കാൻ പറ്റും. നമ്മളിപ്പം ഈ വരുന്ന വഴിയിൽ ബ്ലോക്കുകൾ കണ്ടില്ലേ? ഇപ്പം ഇവിടെ കുറേ വർഷങ്ങളായിട്ട് 2 വരി പാത മാത്രമേ നിലവിലുള്ളൂ. ശരിക്കും ഇതൊരു 6 വരി പാതയേക്കാളുള്ള റോഡൊക്കെ ഉണ്ട്. കാരണം അത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലമാണത്. പക്ഷേ 4 വരി പോലും ആക്കാൻ നമ്മളെക്കൊണ്ട് പറ്റിയിട്ടില്ല. ഫ്യൂച്ചറിലും അതിന് കഴിയുന്നില്ലെങ്കിൽ ഈ റൂട്ടിൽ കൂടെ നമുക്ക് ഒരു മെട്രോ തന്നെയാണ് പോസിബിളായിട്ടൊരു വഴി എന്ന് പറയുന്നത്. തൃശ്ശൂർ എന്ന് പറയുമ്പം ഒല്ലൂർ വരെ മാത്രമല്ല, തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് കുട്ടനല്ലൂർക്ക് വേണമെങ്കിലും മെട്രോ സിസ്റ്റമൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. കാരണം അത്രയും തിരക്കുള്ള റോഡ് തന്നെയാണത്. പക്ഷേ നിലവിൽ ഇവിടെ താമസിക്കുന്ന അത്ര ജനങ്ങളൊന്നും അവിടെ ആയിട്ടില്ല. പക്ഷേ അത് വളരെയധികം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. കാരണം ഹൈലൈറ്റ് മാളുകൾ പോലുള്ള വലിയ ബ്രാൻഡുകളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ സിറ്റിയിലൊരു മെട്രോ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒല്ലൂർ വരെ മെട്രോ കൊണ്ടുവരിക, ഒല്ലൂരിൽ നിന്നും അങ്കമാലി വരെ RRTS വഴി കണക്ട് ചെയ്യുക, പിന്നീട് ഒല്ലൂരിൽ നിന്നും കുട്ടനല്ലൂർ വഴി പാലക്കാട്ടേക്കും കോയമ്പത്തൂരിലേക്കും വളരെ വേഗതയേറിയ RRTS വെച്ച് കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കുരിയച്ചിറയും കഴിഞ്ഞ് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒല്ലൂരിലേക്കാണ്. റോഡിൻ്റെ ക്വാളിറ്റി പിന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ല കിഡ്ലൻ റോഡ് തന്നെയാണ് കേട്ടോ. പക്ഷേ ശ്രദ്ധിച്ച് തന്നെ ഓടിക്കണം. കാരണം എപ്പോഴാണ് വണ്ടികൾ കയറി വരുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് റോഡിൻ്റെ കിടപ്പ്. ഇനി ഒല്ലൂർ എത്തുമ്പോഴേക്കും അടുത്ത ട്രാഫിക്. കാരണം വർഷങ്ങളായിട്ട് ഒല്ലൂർ വളരെയധികം ട്രാഫിക് ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്കറിയാം ഒല്ലൂർ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം റോഡും ഇതിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോകാം. Shining like a beacon of bright stars. I was
അങ്ങനെ നമ്മൾ ഒല്ലൂർ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ട്രാഫിക് അത്യാവശ്യമുണ്ട്. ഇത് ശരിക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ സിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തലാണ്. തൃശ്ശൂർ സിറ്റിയുടെ പാർട്ട് 1 ആണ് ഈ വീഡിയോ. മറ്റുള്ള സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇനിയും 2ഉം 3ഉം പാർട്ടുകളുമായി ഞാൻ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.